ആരെ കൊന്നിട്ടായാലും വേണ്ടില്ല. മോളുടെ ഓപ്പറേഷൻ ഞാൻ നടത്തിയിരിക്കും. അച്ഛൻ നടത്തി തരും. അച്ഛനെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. ജന്മന കാലുകൾക്ക് സ്വാധീനം ഇല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ഞാൻ അതുമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ടേനെ. പക്ഷെ ഇതങ്ങനെയാണോ? എനിക്ക് വയ്യച്ച ഈ കിടപ്പ് കിടക്കാൻ. എന്റെ മോളെ എന്റെ ഇഷ്ടത്തിനൊന്ന് താലോലിക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ എന്തിനാ എനിക്ക് ജീവിതം? എന്തിനാച്ച? ആ കളക്ടർക്ക് രാത്രി ഉറക്കില്ലാത്ത എന്റെ കുഴപ്പമാണോ? എടാ, ഇങ്ങനെ പോകുന്ന ആൾക്കാര് എന്തെങ്കിലും ആയുധം കയ്യിൽ കരുതും. അതല്ലെങ്കിൽ ക്ലോറോഫോം എടുത്തിങ്ങനെ വീട്ടുകാരുടെ മുഖത്ത് പതിപ്പിക്കും. നല്ല കഥയായി. എങ്കിലേ രാവിലെ തന്നെ എന്നെ ആ വീട്ടിൽ നിന്ന് എടുത്ത് പൊക്കിക്കൊണ്ട് വരേണ്ടി വന്നേനെ. ക്ലോറോഫോം എന്ന് കേട്ടാ തന്നെ എനിക്ക് ബോധം പോകും. എനിക്ക് തോന്നുന്നില്ല നിന്നെ കൊണ്ടിത് നടക്കുമെന്ന്. എനിക്കും അത് തന്നെ തോന്നണം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. രൂപ 50,000 നീ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചത്. എണ്ണി വായിക്കുമ്പോ 2 ദിവസത്തിന് കുഞ്ഞിനെ തരാമെന്നാ നീ എന്നോട് പറഞ്ഞത്. ഇന്നേക്ക് എത്ര ദിവസമായെന്ന് വല്ല വിചാരമുണ്ടോ? ഒന്നുകിൽ ഞാൻ തന്ന പണം എനിക്ക് തിരിച്ചു തരണം, അല്ലെങ്കിൽ കുഞ്ഞിനെ എനിക്ക് എടുത്തു തരണം. ഞാനൊന്ന് നോക്കട്ടെ. എന്റെ മനസ്സില് നല്ലൊരു പദ്ധതിയുണ്ട്. ഇപ്പം നടത്തിയതുപോലത്തെ പദ്ധതിയാണെങ്കിലേ സെൻട്രൽ ജയിലിലെ നിനക്കായിട്ടൊരു മുറി ഒരുക്കേണ്ടി വരും പോലീസുകാർക്ക്. എടാ, നീ ഇപ്പൊ രക്ഷപ്പെട്ടത് തലനാരഴക്ക. ഏതെങ്കിലും തണ്ടും തടിയുള്ള ആണുങ്ങൾ ആരെങ്കിലും ആ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ നിന്നെ അവരിപ്പോ കെട്ടിയിട്ട് തലിയനെ. സാറേ, എന്നെ അങ്ങനങ്ങ് കൊച്ചാക്കരുത്. 1-2 ദിവസത്തെ സാവകാശം കൂടെ താ. എന്റെ ആവനാഴിയിൽ അവസാനത്തെ ഒരമ്പും കൂടി ഞാനൊന്ന് പുറത്തെടുക്കട്ടെ. അതിലെന്തായാലും എന്റെ ഭാര്യ ശാന്ത വീഴും. നിന്റെ ഭാര്യയെ നീ വീഴ്ത്തുകയോ ഇരുത്തുകയോ എന്താണെന്ന് വെച്ചാ ചെയ്തോ. എനിക്ക് കൊച്ചിനെ എടുത്തു തരണം. ഏറ്റു സാറിപ്പം ധൈര്യമായിട്ട് പൊയ്ക്കോ. ചെല്ല്, ഞാനല്ലേ പറയണത്. ആരാ മേഡം അയാൾ ആദ്യം കണ്ടത്? ഞാനാ കണ്ടത്. മങ്കി ക്യാപ്പ് ധരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതാരാണെന്ന് അറിയാൻ പറ്റിയില്ല. മാലയും വളയൊക്കെ ഉണ്ടെന്ന് ഓർത്ത് വന്നതായിരിക്കും. സ്വർണത്തിനൊക്കെ തീ വിലയല്ലേ. കഴുത്തിന്ന് പൊട്ടിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ കഴുത്ത് കണ്ടിച്ചിട്ടാണെങ്കിലും അവന്മാര് കൊണ്ടുപോകും. ഒരടി കിട്ടിയിട്ടുണ്ട്, പക്ഷെ അവൻ കടന്നു കളഞ്ഞു. ഇങ്ങനെ വരുന്നവന്മാരെ ആയുധങ്ങളൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. പറയാൻ പറ്റത്തില്ല. രക്ഷപ്പെടാൻ വഴിയില്ലെങ്കിലേ കത്തിയെടുത്ത് കുത്തിയിട്ടാണെങ്കിലും അവന്മാരങ്ങ് പോവും. എവിടെ അവനെ കണ്ടത്? കണ്ടതകത്ത് വെച്ചാ. പക്ഷെ കൂടുതൽ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് അവൻ മതിൽ ചാടി ഓടിക്കളഞ്ഞു. എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക. ആഭരണങ്ങൾ ലോക്കറിൽ വെക്കുന്നതായിരിക്കും സേഫ്. എന്തായാലും ഈ അടുത്ത കാലത്തൊന്നും അവൻ ഈ വഴിക്ക് വരാൻ സാധ്യതയില്ല. ഒരടിയാണെങ്കിലും അത് ശരിക്കും അവനിട്ട് കൊണ്ടിട്ടുണ്ട്. രാത്രി പട്രോളിംഗ് ശക്തമാക്കാം മേഡം. ഇന്നലെ ഇവിടെ കയറിയവൻ വേറൊരിടത്തും കയറിയതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പരിസരത്തുള്ള CCTV എല്ലാം ചെക്ക് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒന്ന് സൂക്ഷിക്കണം. സ്ഥലത്തെ പ്രധാന താരങ്ങളൊക്കെ ഒന്ന് വിളിച്ച് ചോദ്യം ചെയ്യാം. മുഖം മൂടി വെച്ച് കക്കാൻ ഇറങ്ങുന്നവരെ പറ്റി എന്തെങ്കിലും ഒരു സൂചന കിട്ടാതിരിക്കില്ല. വേണ്ടത് ഞാൻ ചെയ്തോളാം. ശരി മാഡം. അച്ഛൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഇപ്പൊ ഇത് സംഭവിക്കായിരുന്നു. അയ്യോ, യൂണിഫോമിലൊക്കെ ആയി. ഇനിയിപ്പൊ എന്ത് ചെയ്യും? പൊന്നെ, അവളുടെ യൂണിഫോം ഒന്ന് മാറ്റി കൊടുത്തേ. അയ്യോ സത്യമേ, ബാക്കിയുള്ള യൂണിഫോം ഒക്കെ ഞാൻ നനച്ചിട്ടിരിക്കുവായിരുന്നു. അയ്യോ അയ്യോ, അപ്പൊ എന്റെ പരീക്ഷ. പപ്പി ഇനി എന്ത് ചെയ്യും? ആ കൊച്ചിനെ എടുത്തപ്പോഴേ ഞാൻ കരുതിയതാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന്.
ശാന്തയാ? ദേ ശാന്താന്റെ വരുന്നു. ശാന്ത എത്തിയോ? ശാലിനി പറഞ്ഞിരുന്നു വരുമെന്ന്. ഏ, എന്താ സത്യമോളുടെ ഉടുപ്പ് ഇങ്ങനെ പിടിച്ചിരിക്കുന്നേ? വാവ മുള്ളി. മോള് സത്യയുടെ യൂണിഫോം പാവാടയിൽ മൂത്രം ഒഴിച്ചു. മറ്റു യൂണിഫോം എല്ലാം നനച്ചു വെച്ചിരിക്കുക. ഇതിപ്പോ എന്ത് ചെയ്യണമെന്നുള്ള ആലോചനയല്ല. അതങ്ങ് കഴിയേ പോരെ, എന്നിട്ട് നമുക്കത് തേച്ചെടുക്കാം. ദേ അവര് വന്നു. മക്കളെ പോവാം. അയ്യേ, കമലനങ്ങളാണോ ഞങ്ങളെ കൊണ്ടുപോകുന്നേ? ഞാനല്ല, ആശാനാ. ഞാൻ കൂടെ വന്നേ ഉള്ളൂ. വാടാ. അതെ, സത്യയുടെ പാവാടയില് വാവ മുള്ളി. അയ്യേ, അത്രയുള്ള കാര്യം. ഉണ്ണിമൂത്രം പുണ്യാഹമെന്നല്ലേ? പുണ്യാകെന്നൊക്കെ പറയും, പക്ഷെ ഇതൊട്ടോട്ട് പോകാൻ പറ്റില്ലല്ലോ. സത്യയുടെ പാവാട ഒന്ന് കഴുകി തേച്ച് ഉണക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. വാ, ശാന്താന്റെ തേച്ചുതരാം. ഓ ആന്റി മോളുടെ ഉടുപ്പൊക്കെ മാറ്റി തരാം കേട്ടോ. അല്ല, അപ്പോ സ്കൂളിൽ പോകാൻ സമയം വൈകില്ലേ? എന്ന് പറഞ്ഞാ പാവാടയില്ല പോകാൻ പറ്റുമോ? വിഷ്ണു, ഇന്നലെ രാത്രിയിലത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാണല്ലോ നീ. കള്ളനെ വീട്ടിനകത്ത് വരെ കയറി. ആ കള്ളനോ? ആ